ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ക്യൂട്ടിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ 2022 ഏപ്രിൽ മാസത്തെ ക്യൂട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 persons A and B attempt independently to solve a puzzle. The probability that A will solve is 3/5 and the probability that B will solve is 1/3. Find the probability that the puzzle will be solved by at least one of them. അതായത് രണ്ട് ആൾക്കാരുണ്ട്, എയും ബിയും. അപ്പോൾ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പസിൽ സോൾവ് ചെയ്യുന്നത് ആണ് പറയുന്നത്. അതിൽ എ ആ ഒരു പസിൽ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/5, അതേപോലെ ബി ആ ഒരു പസിൽ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/3. നമ്മളോട് ചോദിക്കുന്നത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം, അതായത് ഒരാളെങ്കിലും ആ പസിൽ സോൾവ് ചെയ്യാനുള്ള ചാൻസ് ആണ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ എന്നുള്ളതാണ്. ഓക്കെ, 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും, ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഈ 1ൽ നിന്ന് എന്ത് ചെയ്യുക, പ്രോബബിലിറ്റി ഓഫ് നൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു അറ്റ്ലീസ്റ്റ് 1 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതുകയാണ്. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 is equal to 1 minus probability of none. Okay, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. P of at least 1 is equal to 1 minus P of none. ഇനി നമുക്ക് P of none കണ്ടുപിടിക്കണം അല്ലേ. P of none എന്നിവിടെ പറയുന്നത്, ഇവിടെ എയുടെയും ബിയുടെയും പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എയുടെ തന്നിട്ടുണ്ട്. എയുടെ എന്ന് പറയുന്നത് P of A എന്ന് പറയുന്നത് എത്രയാണ്, 3/5 ആണ്. ഓക്കെ, അതായത് എ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 3/5 ആണ്. ഈ ഒരു പസിൽ സോൾവ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 3/5 ആണ്. ഇനി ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ്, അതാണ് പി ഓഫ് നൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയുടെ കേസിൽ ഇത് സോൾവ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും, പി ഓഫ് എ ഡാഷ് എന്ന് നമുക്ക് അതിനെ പറയാം, അല്ലെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയാം. എയിലില്ലാത്തത് അല്ലെങ്കിൽ എ അല്ലാത്തത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പി ഓഫ് എ ഡാഷ് ഈസ് ഈക്വൽ ടു, എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം, അതായത് നമ്മൾ പറഞ്ഞു ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എ ആ ഒരു പസിൽ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/5 ആണ്. അപ്പോൾ സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് അതായത് ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 5/5 എന്നാണ്. ഓക്കെ, 5/5 എന്നാണ് അവിടെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ 5/5ൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ 3/5 മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 5/5 നിന്ന് 3/5 മൈനസ് ചെയ്താൽ ഡയറക്റ്റ് മൈനസ് ചെയ്താൽ മതി. 5ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 2/5 ആണ്. ഓക്കെ, ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ മൈനസ് ചെയ്യുക, ഛേദത്തിൽ നിന്ന് അംശം മൈനസ് ചെയ്യുക. 5ൽ നിന്ന് 3 മൈനസ് ചെയ്തിട്ട് അതാണ് നമ്മുടെ ന്യൂമറേറ്ററായിട്ട് മുകളിൽ വരിക. ഓക്കെ, പിന്നെ താഴെയുള്ള ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എടുത്തെഴുതുകയാണ് ചെയ്യുന്നത്. ഇത് കിട്ടുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ഇവിടെ 1 എന്ന് പറയുന്നത് എത്രയാണോ ഡിനോമിനേറ്റർ അത് തന്നെ മുകളിലും വരും, അതായത് ന്യൂമറേറ്ററായിട്ടും വരും. അപ്പോൾ ഇവിടെ 5/5 ആണ് 1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്.
അത് മൈനസ് 3/5 ചെയ്താൽ നമുക്ക് 2/5 കിട്ടും. അതാണ് ഇവിടെ എന്താണ് എ ഈ ഒരു പസിൽ സോൾവ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ബിയുടെ കണ്ടുപിടിക്കണം. ഓക്കെ, പി ഓഫ് ബി തന്നിട്ടുണ്ട്. പി ഓഫ് ബി എന്ന് പറയുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 1/3 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 1/3 ആണ് പി ഓഫ് ബി എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ ബി ആ ഒരു പസിൽ സോൾവ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പി ഓഫ് ബി ഡാഷ് പി ഓഫ് ബി ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് വരും? അപ്പോൾ ഇവിടെയും നമുക്ക് ടോട്ടൽ പ്രോബിലിറ്റി 1 ആയിരിക്കും. ഇനി നോക്കാം, ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എന്ത് വരും? മുകളിലും അതേ സംഭവം വരും. അപ്പോൾ 3/3 മൈനസ് 1/3 3/3 മൈനസ് 1/3 എന്നുള്ളതാണ് പി ഓഫ് ബി ഡാഷ് വരിക. ഇതിൻ്റെ ആൻസർ എന്ത് വരും? 2/3 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി എന്താണ് പി ഓഫ് എ ഡാഷും പി ഓഫ് ബി ഡാഷും. അതായത് എ ആ ഒരു പസിൽ സോൾവ് ചെയ്യാത്ത ചാൻസും ബി ആ ഒരു പസിൽ സോൾവ് ചെയ്യാത്ത ചാൻസും നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ ഇട്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഈ ഒരു പസിൽ സോൾവ് ചെയ്താലുള്ള ചാൻസാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഒരാളും ഈ ഒരു പസിൽ സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടുന്ന ആ ചാൻസ് എന്ത് ചെയ്യുക? ടോട്ടൽ പ്രോബിലിറ്റിയിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അതായത് എയും ബിയും ആ ഒരു പസിൽ സോൾവ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അത് ടോട്ടൽ പ്രോബിലിറ്റി ആയ 1ൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അറ്റ്ലീസ്റ്റ് ഒരാൾ ആ ഒരു പസിൽ സോൾവ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പി ഓഫ് എ ഡാഷും പി ഓഫ് ബി ഡാഷും തമ്മിൽ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഓക്കെ, പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 2/5 ഇൻറ്റു 2/3 ഇസ് ഈക്വൽ ടു 2/5 ഇൻറ്റു 2/3 നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ന്യൂമറേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു 2 4/5 ഇൻറ്റു 3 15. 2 ഇൻറ്റു 2 ചെയ്യാം, 5 ഇൻറ്റു 3. അപ്പോൾ 4/15 ആണ് എന്ത്? അതായത് പി ഓഫ് നൺ, അതായത് ആരും എയും ബിയും പസിൽ സോൾവ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് 4/15 ആണ്, 4/15 ആണ്. ഇനി നമുക്കറിയാം നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അത് കാണാൻ 1ൽ നിന്ന് പി ഓഫ് നൺ കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ 1 എന്ന് പറയുന്നത്? 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു ഡിനോമിനേറ്റർ ഇവിടെ എത്രയാണ്? 15 ആണല്ലോ. അപ്പം മുകളിൽ ന്യൂമറേറ്ററും എന്ത് തന്നെ വരും? 15 തന്നെ വരും. ഓക്കെ, അപ്പോൾ 15/15 എന്നുള്ളതാണ് ടോട്ടൽ പ്രോബിലിറ്റി ആയ 1 വരിക. ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 4/15 മൈനസ് ചെയ്യുക. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? എന്ത് ചെയ്യുക? 15ൽ നിന്ന് 4 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 11/15. ഈ 11/15 11/15 എന്നുള്ളതാണ് എന്താണ് നമുക്ക് അറ്റ്ലീസ്റ്റ് 1 കിട്ടാനുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ആ ഒരു പസിൽ സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഇതിൽ ഈ ഒരു എക്സാമിന്, നമുക്ക് QTയുടെ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രോബിലിറ്റിയിൽ നിന്നുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.